بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله وأصحاب حبيبك الأعظم بعدد كل معلوم لك نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ വാരാന്ത പഠനവേദിയിലാണ് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞെത്തിയത് 21-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൻ്റെ 2-ാമത്തെ ഹദീസ്, അവിടെയാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കാണണമെങ്കിൽ എന്താണ് കണ്ടീഷൻസ് ഉള്ളത്? ഉറക്കത്തിൽ കാണുമ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഉള്ളത്? ഉറക്കത്തിലുള്ള കാഴ്ചയും ഉണർവിലുള്ള കാഴ്ചയും രണ്ടിനുമുള്ള കണ്ടീഷൻസ് വ്യത്യാസമുണ്ട് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിക്കുകയുണ്ടായി. ഉറക്കത്തിൽ കാണുമ്പോൾ തിരുനബിയുടെ അതേ രൂപമാവണമെന്നില്ല. പക്ഷേ ഉണർവിൽ കാണുന്നത് തിരുനബിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തിരുനബിയുടെ അതേ രൂപമായിരിക്കണം എന്ന് നാം ചുരുക്കി വിശദീകരിച്ചു. എന്ന് നമുക്ക് പറയാനുള്ള ഭാഗം വഫി റിവായത്തിൽ ലിൽ ബുഖാരി മർ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖളതി വലാ യതമസ്സലു ബി അശ്ശൈത്താൻ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചവർക്കുള്ള വലിയ ഒരു ഓഫറാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മർ റആനി ഫിൽ മനാം, വല്ലവനും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ, വല്ലവനും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ. വല്ലവനും എന്ന് പറയുമ്പോൾ അത് ആലിമാവാം, വലിയ ആവാം, സാധാരണക്കാരനാവാം, ഒരു വിവരവും ഇല്ലാത്ത ആളാവാം, ആരുമാവാം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരൊക്കെ സ്വപ്നം കാണുകയും ചെയ്യും. അവിശ്വാസിയായ ആളുകൾ വരെ റസൂലുള്ളാഹിനെ സ്വപ്നം കാണലുണ്ട്. കണ്ടതിന് ശേഷം അവർക്ക് ഹിദായത്ത് ലഭിക്കാറുമുണ്ട്. മർ റആനി ഫിൽ മനാം, വല്ലവനും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖള, സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം എന്തായാലും അവൻ ഫസയറാനി, അതിന് ശേഷം എന്നെ അവൻ വിദൂരമല്ലാത്ത ഭാവിയിൽ ഉണർവിൽ കാണും. ഫസയറാനി ഫിൽ യഖള, എന്നെ ഉണർവിൽ കാണും. വിദൂരമല്ലാത്ത ഭാവി, വിദൂരമായ ഭാവി എന്ന് പറയുന്നത് അത് മഹ്ശറ. മഹ്ശറിലേക്ക് എത്തേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുമ്പ് തന്നെ ദുനിയാവിൽ വെച്ച് തന്നെ കാണുന്നതാണ് ഈ പറയുന്നത്. ഫസയറാനി ഫിൽ യഖളതി, ഉണർവിൽ കാണുക തന്നെ ചെയ്യും. അപ്പോൾ അത് വലിയൊരു ഓഫറാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ സ്വപ്നം കണ്ടാൽ പിന്നെ അത് ഉണർവിൽ കാണാൻ കാരണം, ഉണർവിൽ കണ്ടാലോ ആ വ്യക്തിക്ക് ഹുസ്നുൽ ഖാത്തിമയുണ്ടാവും, നല്ല മരണം, ഈമാൻ തെറ്റാതെ മരിക്കാൻ കഴിയും. ഈമാൻ തെറ്റാതെ മരിക്കാൻ കഴിയല് അത് വലിയ തൗഫീഖാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മരിക്കുന്ന സന്ദർഭത്തിലെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർവിൽ വരും. അപ്പോൾ അവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, എങ്ങനെങ്കിലും അവൻ്റെ ഈമാൻ തെറ്റിക്കാൻ
പൂർണ്ണമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസുൽ ലഈൻ അവന് അപ്രത്യക്ഷനാവും. അവന് മരിക്കാൻ നിൽക്കുന്ന മനുഷ്യനിൽ നിന്നും ഓടി രക്ഷപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറുൽ അൻവാറാണ്. അവിടെ ഇബ്ലീസുൽ ലഈനെ പിടിച്ചു നിൽക്കൂല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെട്ട ഒരു മഹാൻ, വിശുദ്ധ ആത്മാക്കളിൽപ്പെട്ട ഏതെങ്കിലും മഹാന്മാര് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അവിടെ ഇബ്ലീസുൽ ലഈനിൻ്റെ ദുർബോധനവും അവൻ്റെ ഫിത്നയും ഇല്ലാതെയായിത്തീരും. വലാ യതമസ്സലു ബിയ ശൈത്വാൻ, എൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സിൽ പിശാച് രൂപപ്പെടുകയില്ല, പിശാച് വരികയില്ല എന്ന് ഹദീസിലുണ്ട്. വലാ ഖിലാഫ ഫീ അന്ന ഹാദാ, ഈ പറഞ്ഞ ഹദീസ് ഇതിൻ്റെ വിവക്ഷ എന്ത്? സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ പിന്നെ വിദൂരമല്ലാത്ത ഭാവിയിൽ എന്നെ ഉണർവിൽ കാണുമെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ത്? അവിടെയുണ്ട് പല അഭിപ്രായങ്ങളും. അവിടെയുള്ള പ്രബലമായ അഭിപ്രായമാണ് നാം ഇപ്പോൾ പറഞ്ഞത്. മരിക്കുന്നതിൻ്റെ മുമ്പെങ്കിലും, മരിക്കുന്ന സന്ദർഭത്തിലെങ്കിലും ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ട മനുഷ്യന് ഉണർവിൽ മുത്തനബിയെ കാണും. മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് ഉണർവിൽ കാണും. അങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണക്കാര് ചിലപ്പോൾ അങ്ങനെ ഉണർവിൽ കണ്ടോളണമെന്നില്ല. അത് കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉറക്കത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യനാണെങ്കിൽ വരെയും അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർവിൽ വരും. അതാണ് അതിൻ്റെ അർത്ഥം. ചിലർ പറഞ്ഞു ഈ ഹദീസിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ആ ബലഹീനമായ ഒരു അഭിപ്രായമാണത്. പിന്നെ എങ്ങനെയാ അതിൻ്റെ അർത്ഥം? മരിച്ചുപോയ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ഉണർവിൽ കാണുക? അങ്ങനെ മരിച്ചുപോയ റസൂലുള്ളാഹിനെ ഉണർവിൽ കാണാൻ പറ്റില്ല എന്ന് അവർ ധരിച്ചു പോയത്. അത് അബദ്ധമാണ് ആ അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, ഏതെങ്കിലും ഒരു കിതാബിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് വിചാരിച്ച് ആ അഭിപ്രായമല്ല നാം പുറത്തു പറയേണ്ടത്. ഈ ഹദീസിന്റെ അർത്ഥമായി നാം വിശദീകരിക്കേണ്ടത്. നബിയെയോ മരിച്ചുപോയ അമ്പിയാക്കന്മാരെയോ അല്ലെങ്കിൽ മലക്കുകളെയൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് ഉണർവിൽ കാണാൻ പറ്റില്ല എന്ന് ചിലരെങ്കിലും പഴയ കാലത്ത് ചില ആലിമീങ്ങളെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു. ഹിജ്റ 911 വഫാത്തായ ഇമാം സുയൂത്തി റഹിമഹുല്ല അവര് അങ്ങനെ ധരിച്ചു വെച്ച ആളുകളെ തിരുത്താൻ വേണ്ടി, അവരെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി അത് സമർത്ഥിച്ചുകൊണ്ട് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. തൻവീറുൽ ഹലക് ഫീ ഇംകാനി റുയത്തിൻ നബിയ്യി വൽ മലക് എന്നാണ് ആ കിതാബിന്റെ പേര്. അതിൽ ഇമാം സുയൂത്തി വിശദമായി ആധികാരികമായി അമ്പിയാക്കന്മാരെയും നമ്മുടെ നബി അടക്കമുള്ള അമ്പിയാക്കന്മാരെയും മലക്കുകളൊക്കെ ഉണർവിൽ കാണാൻ പറ്റും എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണർവിൽ കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ഇവിടെ അഭിപ്രായം പറഞ്ഞു. എന്നെ ഒരാൾ ഉറക്കത്ത് കണ്ടാൽ പിന്നെ ഉണർവിൽ കാണും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആണ് പറയുന്നത്. ജീവിച്ചിരിപ്പുള്ള കാലത്ത് സ്വപ്നം കണ്ടാൽ പിന്നെ സ്വഹാബി ആവാൻ സാധിക്കും, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലാനും സ്വഹാബി ആവാനും സാധിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വിദൂരമായ മീനിങ് ആണത്. റസൂലുള്ളാഹിന്റെ മരണശേഷം ഉറക്കത്തിലെ ഉണർവിൽ കാണാൻ പറ്റില്ല എന്നുള്ള ധാരണയുടെ മേൽ എടുക്കപ്പെട്ട അഭിപ്രായമാണത്. മറ്റു ചിലർ പറഞ്ഞു റസൂലുള്ളാഹി വഫാത്തായ ശേഷവും ഉണർവിൽ കാണാം, പക്ഷേ നമ്മുടെ മുഖത്തുള്ള രണ്ട് കണ്ണുകൊണ്ടല്ല കാണുക. ഉണർവിൽ കാണാം, മുഖത്തുള്ള രണ്ട് കണ്ണുകൊണ്ടല്ല, ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട്, അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും ഉണർവിൽ, അല്ലാതെ കാണാൻ സാധിക്കൂല എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അങ്ങനെ അല്ല ഈ ഹദീസിന്റെ അർത്ഥമെന്നാണ് നാം ഇപ്പോൾ പറഞ്ഞത്. വലാ ഖിലാഫ, എന്താവട്ടെ തർക്കമില്ല, ഫീ അന്ന ഹാദാ, ഈ ഹദീസ്, എന്നെ ഒരാൾ സ്വപ്നം കണ്ടാൽ പിന്നീട് അവൻ വിദൂരമല്ലാത്ത ഭാവിയിൽ എന്നെ ഉണർവിൽ കാണുമെന്ന് പറഞ്ഞ ഹദീസ് ബിശാറത്തുൽ ലിറായിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ കണ്ട സ്വപ്നത്തിൽ കണ്ട ആളുകൾക്കൊക്കെ ഒരു സന്തോഷ വാർത്ത ഇതിലുണ്ട്. ബി ഹുസ്നിൽ ഖാത്തിമ, മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ട ആളുകൾക്ക് നല്ല മരണമുണ്ട്
ഈമാൻ സലാമത്തായി മരിക്കുന്ന മരണം, അതാ നല്ല മരണം. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണമുണ്ടാവും എന്നതിൽ തർക്കമില്ല. വൻ നജാത്തി മിനൽ ഖുസ്റാൻ, ആഖിറം നഷ്ടപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടലുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. തർക്കമില്ല എന്ന് പറഞ്ഞെങ്കിലും അവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ചിലപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റപ്പെട്ട ആളുകൾ പൂർണ്ണമല്ലാത്ത രൂപത്തിൽ റസൂലുള്ളാഹിനെ സ്വപ്നം കാണും. റസൂലുള്ളാഹി എന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യും. പക്ഷെ എന്തിനാണ്? അതൊരു പരീക്ഷണാർത്ഥം സ്വപ്നം കാണും ചിലർ. ആ സ്വപ്നം കണ്ട ശേഷം ആ മനുഷ്യൻ കൂടുതൽ മതവുമായി അകലുകയോ മുത്തുനബിയെ വിസ്മരിക്കുകയോ മോശമായ വലിയ തെറ്റുകളൊക്കെ അതിന് ശേഷവും ചെയ്യുകയൊക്കെ ചെയ്താൽ, മുത്തുനബിയോടൊരു കൂറില്ലാത്ത രൂപത്തിൽ അവൻ വല്ലാതെ വഴിതെറ്റിയാൽ അവന് അതൊരു പരീക്ഷണമായിട്ട് ബലാആയിട്ടാണ് അവന് ആ സ്വപ്നം ഉണ്ടായത്. അതുകൊണ്ട് അവൻ്റെ ഈമാന് നഷ്ടപ്പെടാൻ അത് കാരണമാകുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അൽ ഗൗസുൽ ദബ്ബാഗ് റഹിമഹുല്ല അങ്ങനെ വിശദീകരിച്ചായി കാണാം. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുന്ന ആളുകൾ കൂടുതൽ മുത്തുനബിയെ മഹബത്ത് വെക്കുകയും കൂടുതൽ ദീനിനോടുള്ള പൊരുത്തം കാണിക്കുകയും സുന്നത്തായ കാര്യങ്ങളും മത ചിട്ടകളുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ട ആളുകൾ എന്തായാലും അവർക്ക് ഹുസ്നുൽ ഖാത്തിമയുണ്ട്, നല്ല മരണമുണ്ട്. വസ്സഹീഹു, പ്രബലമായ അഭിപ്രായം, ശരിയായ അഭിപ്രായം, അന്നലി കുല്ലി റാഈഹി റുയതഹു ഫിൽ യഖലത്തി വൽ ഇസ്തിമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട എല്ലാ വ്യക്തികൾക്കും, റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ട എല്ലാവർക്കുമുണ്ട് ഈ ഓഫർ. ഓഫർ റുയതഹു ഫിൽ യഖല, ഉണർവിൽ റസൂലുള്ളാഹിനെ കാണാ എന്നുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ട്. ചിലർ അത് ഔലിയാക്കന്മാർക്കും ആലിമീങ്ങൾക്കും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, ഇതെല്ലാവർക്കും ഉണ്ട്. സാധാരണക്കാർ സ്വപ്നം കണ്ട അവർക്കും ഉണ്ട് ഉണർവിൽ കാണാനുള്ള ഭാഗ്യം. അവരെ സ്വപ്നത്തിൽ കാണാനേ അള്ളാഹു റസൂലും തിരഞ്ഞെടുത്തല്ലോ. അപ്പൊ പിന്നെ അവരെ ഉണർവിൽ കാണാനും അള്ളാഹു റസൂലും അവരെ തിരഞ്ഞെടുക്കും. ആലിമീങ്ങളും ഔലിയാക്കന്മാരും മാത്രമാവണമെന്നില്ല. ഫിൽ യഖലത്തി, ഉണർവിൽ കാണുക, ദർശിക്കുക എന്നുള്ള ഭാഗ്യം. വൽ ഇസ്തിമാൻ, അതുപോലെ വൽ ഇസ്തിമാൻ, ഉണർവിൽ റസൂലുള്ളാഹിനെ കാണുമ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നുള്ള സൗഭാഗ്യം ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ട എല്ലാവർക്കും ലഭിക്കും. ചിലപ്പോൾ അത് സാധാരണക്കാർക്കൊക്കെ അല്ലെങ്കിൽ സുന്നത്തൊന്നും കൂടുതൽ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് മരിക്കുന്ന സന്ദർഭമായിരിക്കും ആ ഒരു കാഴ്ച കിട്ടുക. അല്ലാത്തവർക്ക്, സുന്നത്തൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക്, സ്വാലിഹീങ്ങൾക്ക് പലതവണ പിന്നെ ഉണർവിൽ കാണാൻ കഴിയും. തുദിരിക്കുക, അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാന്ന് പറയുന്നത് വലിയൊരു തൗഫീഖാണ്. അത് സ്ത്രീകളും കാണും, ആലിമീങ്ങളല്ലാത്തവരും കാണും, ഒക്കെ കാണും. അത് കണ്ടവരെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവര് മുത്തുനബിയോട് വലിയ മഹബത്തുള്ളവരും ദീനിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരും വേണ്ടാത്തരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുമായിരിക്കും. വൻ കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്നത്. കാരണം അവർക്ക് അള്ളാഹുവും റസൂലും ഒരു ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ഇനി അള്ളാഹുവിന്റെ റസൂലിനെ ഉണർവിൽ കാണാനും അള്ളാഹു തആല വിധിച്ച ആളുകളാണ്. തുദിരിക്കുഹ, ആ ദർശനം, ഉണർവിലുള്ള ദർശനം അനുഭവിക്കുന്നതാണ്. വലൗ ഖുബൈലൽ മൗതി, മരണത്തിന്റെ തൊട്ട് മുമ്പാണെങ്കിലും ആ ദർശനം അനുഭവിക്കും. അൽ ഐനാൻ, രണ്ട് കണ്ണുകൾ തന്നെ അനുഭവിക്കും. മുഖത്തുള്ള രണ്ട് കണ്ണുകൾ തന്നെ അനുഭവിക്കും. ഏതല്ല, അകക്കണ്ണല്ല. വഖീല അൽ ബാസിറത്തു, ബലഹീനമായൊരു അഭിപ്രായമുണ്ട്, അകക്കണ്ണാണ് അത് അനുഭവിക്കുക. അൽ ബാസിറത്താനി, രണ്ട് മുഖത്തുള്ള കണ്ണല്ല എന്ന അഭിപ്രായമുണ്ട്. അത് പ്രബലമായ അഭിപ്രായമല്ല. ഫതഖ്സീസു ഉമൂമി മർആനി ബിലാ മുഖസ്സിസിൻ തഅസ്സുഫുൻ ബാൻ, മർആനി വല്ലവനും എന്ന കണ്ടാൽ ഹദീസിലുള്ളത്. അത് വല്ലവൻ എന്ന് പറഞ്ഞതിൽ അതിനൊരു വിശാലമായ അർത്ഥമുണ്ട്. അതിന്റെ ആ വിശാലമായ അർത്ഥത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഉള്ള അഭിപ്രായം, അത് ഔലിയാക്കന്മാർക്കേ ഉള്ളൂ,
എന്നെ കണ്ടാളെന്ന് പറഞ്ഞാൽ അത് ആലിമീങ്ങൾക്കേ ഉള്ളൂ. അങ്ങനെ ആ പരിമിതപ്പെടുത്തൽ, മർആനി എന്ന് പറഞ്ഞ വാക്ക് ആണോ പെണ്ണോ ആലിമോ അല്ലാത്തവനോ ആര് കണ്ടാലും എന്നാ. നീ കാഫിറായാലും പറ്റും. കാഫിറായ മനുഷ്യനെ കാണുമ്പോൾ കാഫിറാണ്, പിന്നീട് അവന് ഭാഗ്യം കിട്ടിയ ചരിത്രമുള്ളത്. വല്ലവനും എന്നെ കണ്ടാൽ എന്ന് പറഞ്ഞ ആ വിശാലമായ അർത്ഥത്തെ പരിമിതപ്പെടുത്തല്, ഏതെങ്കിലും വ്യക്തികൾക്ക് പരിമിതപ്പെടുത്തൽ, ബിലാ മുഖസ്സിസിൻ, പരിമിതപ്പെടുത്താനുള്ള രേഖയില്ലാതെ തെളിവില്ലാതെ പരിമിതപ്പെടുത്തല്, തഅസ്സുഫുൻ ബാൻ, അത് വ്യക്തമായ വഴിതെറ്റലാകുന്നു, അത് അനാവശ്യമാണ്. ചിലരങ്ങനെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്, അത് അനാവശ്യമാണ്. വഫീമാന ഫസയറാനി ഖീലാനി ആഖറാൻ, എന്നെ പിന്നീട് അവൻ കാണും, അടുത്ത ഭാവിയിൽ കാണും എന്ന് പറഞ്ഞതിന് രണ്ട്, അതിന്റെ മീനിങ്ങിൽ മറ്റു രണ്ട് ബലഹീനമായ അഭിപ്രായങ്ങളും ഉണ്ട്. അതെന്താ? റുയത്തു തഖ്രീബിൻ ഫിൽ ആഖിറതി, അതിന്റെ ഉദ്ദേശം പിന്നീട് ഉണർവിൽ കാണും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ആഖിറത്തില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തുനിന്ന് കാണാൻ പറ്റും, റസൂലുള്ളാഹിയെ അടുപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ കഴിയും എന്നാ അതിന്റെ അർത്ഥം. ചിലർ അത് ബലഹീനാണ്. വറുയത്തു സുഹബത്തിൻ ഫീ ഹയാത്തിഹി, റസൂലുള്ളാഹിയുടെ ജീവിതകാലമാണെങ്കിൽ റസൂലുള്ളാഹിയുമായി സഹവസിച്ചു കൊണ്ടുള്ള സ്വഹാബിയാവാനുള്ള ദർശനം, ആ ദർശനം ലഭിക്കും. വഹാദാനി ബഈദ, ഈ രണ്ട് അഭിപ്രായങ്ങൾ വളരെ വിദൂരമാണ്. എന്താ വിദൂര എന്ന് പറയാൻ കാരണം? വിദൂര എന്ന് പറയാൻ കാരണം വഅല ഇസ്തിഹാലത്തി റുയതിഹി ബഅദ വഫാതിഹി മബ്നിയാൻ, റസൂലുള്ളാഹിയുടെ മരണശേഷം റസൂലുള്ളാഹിനെ ഉണർവിൽ കാണല് അസംഭവ്യമാണ് എന്നുള്ള ധാരണയുടെ മേൽ എടുക്കപ്പെട്ട അഭിപ്രായം, എന്നുള്ള ധാരണ വെച്ച് പുലർത്തിയിട്ടുള്ള അഭിപ്രായമാണത്. അതുകൊണ്ട് അത് വിദൂരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ എത്രയോ മഹാന്മാര് കണ്ട അനുഭവം ഉണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എത്രയോ പ്രാവശ്യം റസൂലുള്ളാഹിനെ ഉണർവിൽ കണ്ടിട്ട്. അവര് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർവിൽ ആ ക്ലാസ്സിൽ വെച്ച് തന്നെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വരുന്നത് മുഹ്യിദ്ദീൻ ശൈഖ് കാണുന്നുണ്ട്. അതുപോലെ അല്ലാഹു തആല കാണാൻ ഉദ്ദേശിച്ച ആളുകൾ, ആ സദസ്സിലുണ്ടാകുന്ന ചില ഔലിയാക്കന്മാരൊക്കെ കാണുന്നുണ്ട്, മറ്റുള്ളവരൊന്നും കാണൂല. അങ്ങനെയാണ് ഉണർവില്ല കാഴ്ച. ഒരു സദസ്സിൽ കുറെ ആളുകൾ ഇരുന്ന് മൗലിദ് ഓതുന്നു അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുന്നു, അവിടെ ഒരു പക്ഷേ അതിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കാണുന്നുണ്ടാവും, മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയൂല. അപ്പോ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു 70 ചില്ലാനം പ്രാവശ്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കണ്ട സംഭവം ഉണ്ട്, ഇത് പറയുന്നുണ്ട്. വലുതാ അപ്പൊ ചില ആളുകള് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരണശേഷം സ്വപ്നത്തിലല്ലാതെ ഉണർവിൽ ദർശിക്കാൻ കഴിയൂലാതെ അസംഭവ്യമാണെന്ന് വെറുതെ പറഞ്ഞു. വലുതാ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഖററ സുയൂത്തിയു, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല സമർത്ഥിച്ചത് ഫീ തൻവീരിൽ ഹലക് ഫീ ഇംകാനി റുയത്തിൻ നബിയ്യി വൽ മലക്, നബിയെയും മലക്കുകളെയും ഉണർവിൽ തന്നെ കാണാൻ പറ്റും സാധിക്കുമെന്നതിൽ ഉള്ള ഇരുള്, ആ ഇരുളിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പേര് വരുന്ന ഒരു ഗ്രന്ഥം എഴുതി. ഇംകാനഹു ബി ബുർഹാൻ, സലക്ഷ്യം ആ ഗ്രന്ഥത്തിൽ തിരുനബിയെയും മലക്കുകളെയൊക്കെ ഉണർവിൽ കാണാൻ പറ്റുമെന്ന് അവര് സമർത്ഥിച്ചിട്ടുമുണ്ട്. വൽ ഗാലിബു വുഖൂഉഹാ ലിൽ ആമ്മത്തി ഇൻദൽ ഇഹ്തിളാരി വതകററുഹാ ഫീ ഹയാത്തിൽ ഖുസ്വാൻ, ഈ ഉണർവിൽ കാണൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? വൽ ഗാലിബ്, സാധാരണയായി ഉണർവിൽ കാണുമെന്ന് പറഞ്ഞ ഓഫർ കിട്ടൽ എങ്ങനെയാന്നോ? വുഖൂഉഹാ ലിൽ ആമ്മ, വലിയ ആലിമീങ്ങള്, ഔലിയാ, സ്വാലിഹീങ്ങള്, അങ്ങനെ ഉള്ള ആളുകൾ അല്ലാത്തവർ, ആമ്മത്ത് എന്ന് പറഞ്ഞ സാധാരണക്കാർ സ്വപ്നം കണ്ടാൽ അവർക്ക് ഈ ഓഫർ കിട്ടാറുള്ളത് അവരെ മരണമാസന്നമാകുന്ന സമയത്താണ് അത് കിട്ടാറുള്ളത്, സാധാരണക്കാർ. അല്ലാതെ ചിലരൊക്കെ ഞാൻ മുത്തനബിയെ ഉണർവിൽ കണ്ടു എന്ന് പറയും, സ്വപ്നത്തിൽ തീരെ കണ്ടിട്ടില്ല. അത് ശരിയല്ലാതെ ബടായാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ അങ്ങനെ പെണ്ണുകളാവോ ബാധിച്ചു വരുന്നത്. സ്വപ്നത്തിൽ കാണാതെ ഉണർവിൽ കണ്ടു. മുമ്പ് ഒരാളിൻ്റെ അടുത്ത് വന്നിരുന്നു ഒരു പുരുഷന്, അയാളിങ്ങനെ എപ്പോഴും മുത്തനബിനെ ഉണർവിൽ കാണുകയാണ്, അയാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അയാളോട്, മുത്തനബി എന്നല്ല, മുത്തനബിയാന്ന് മനസ്സിലാക്കണമെങ്കിൽ
നിങ്ങൾക്ക് ഉണർവിൽ അല്ല ഉറക്കത്തിലൊന്ന് കാണാൻ കഴിയണം. ഈ വരുന്ന ആളോടൊന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയൊക്കെ സഹായം ഉണ്ടോ അവരോടൊന്ന് പറയാം, മുത്തനബി എനിക്ക് ഉറക്കത്തിലൊന്ന് കാണിച്ചു തരണം. അത് നടന്നാൽ നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഞാൻ അപ്പം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു. എനിക്ക് മുത്തനബിനെ കാണാമെന്ന് ഞാൻ വല്ലാതെ ആശിച്ചപ്പോൾ വീണ്ടും എനിക്ക് ആകാശത്ത് ഇങ്ങനെ മുത്തനബിനെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഉണർവിലാണ്, ഉറക്കത്തിലല്ല. അത് ശൈത്വാനാണ് എന്ന് പറഞ്ഞു ഞാൻ അയാൾ. ഉറക്കത്ത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളെ കൂടെയുള്ള, നിങ്ങൾ എപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സാധനം അത് സത്യമാണ് എന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അത് പിശാച്ചാണ്, നിങ്ങളെ പയക്കാനുള്ള പല സംഭവം അയാളെ കൂടെ ഉണ്ട്. അപ്പൊ അയാളെ ഇത് മാറാന്നൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ പുരുഷന്മാരുടെ കൂടെ അങ്ങനെ ഉണ്ടാവൽ കുറവാണ്. സ്ത്രീകളെ കൂടെ അങ്ങനെ സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടിയും സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയും സ്ത്രീകളെ കൂടെയാണ് അങ്ങനെ ജിന്നും ഷൈത്വാനും. ജിന്ന് എന്ന് പറയുമ്പോൾ മുസ്ലിമായ ജിന്ന് തന്നെ. ജിന്നുകളെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഫാസിഖീങ്ങൾ കൂടുതലുള്ള കാലമാണ്. മുസ്ലിമായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഫാസിഖീങ്ങൾ കൂടുതലുള്ള കാലമാണ്. ജിന്നുകൾ അധികം ഫാസിഖീങ്ങളാണ് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. മനുഷ്യന്മാരെക്കാൾ ഫിസ്ക് കൂടുതലുള്ള വിഭാഗമാണ് ജിന്ന് എന്നറിയുന്ന വിഭാഗം. ഒരു ജിന്ന് നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റൂല. ജിന്ന് ഔലിയായിട്ടൊക്കെ ചമയും. ഞാൻ മടവൂരായിട്ട് ബന്ധമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇബ്രാഹിം ബാദിഷ ഏർവാടിയായിട്ട് ബന്ധമുള്ള ആളാന്നൊക്കെ പറഞ്ഞ് ഔലിയ ആയിട്ട് ചമയൊക്കെ ചെയ്യും. പക്ഷെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. നമ്മുടെ ഈമാൻ തെറ്റിക്കാനും നമ്മളെ ദീനിൽ നിന്ന് പയപ്പിക്കാനും ആണിൻ്റെ കൂടെയും പെണ്ണിൻ്റെ കൂടെയൊക്കെ പിശാച്ച് ജിന്ന് വരും. അത് മുസ്ലിമാ ജിന്നും വരും, കാഫിറാ ജിന്നും വരും. മുസ്ലിമാ ജിന്നാണെങ്കിൽ ഖുർആനൊക്കെ നന്നായി ഓതുകയും ഖുർആനിലെ ആയത്തുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ അപകടങ്ങളാണ്. അങ്ങനെയുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. അതൊക്കെ അധികവും അപകടങ്ങളാണ്, അപകടമുള്ള ചികിത്സകളാണ്. ഒറ്റപ്പെട്ട ചിലതൊക്കെ ശരിയുണ്ടാവും. അത് ഔലിയ ഒക്കെ അംഗീകരിച്ചത്, അല്ലെങ്കിൽ ഔലിയാവിൻ്റെ ജീവിതകാലത്ത് ഔലിയ സമ്മതം കൊടുത്ത് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ പറ്റും. അല്ലാത്തതൊന്നും വിശ്വസിച്ചുകൂടാ. അതൊക്കെ അപകടങ്ങളാണ്. ജിന്നും ഷൈത്വാനും റസൂലാന്ന് പറഞ്ഞു വരും. അപ്പൊ അവിടെ തിരിച്ചറിയാനുള്ള വഴി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയപ്പെട്ട വിശേഷണങ്ങൾ, മുത്തുനബിയുടെ അതേ രൂപം അതുണ്ടെങ്കിൽ മാത്രമേ അത് മുത്തുനബി എന്ന് വിശ്വസിക്കാവൂ. മരണമാസന്നമാകുന്ന സമയത്താണ് സാധാരണക്കാർക്ക് മുത്തുനബിയെ സ്വപ്നത്തിലല്ലാതെ ഉണർവിൽ കാണുമെന്നുള്ള ആ ഓഫർ ലഭിക്കുക അധികവും. എന്നാൽ പ്രത്യേകക്കാരാണെങ്കിൽ, പ്രത്യേകക്കാർ എന്ന് പറഞ്ഞാൽ ഔലിയ, ആരിഫീങ്ങള്, സാലിഹീങ്ങള്, ആമിലീങ്ങളായ ആലിമീങ്ങൾ, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്ന വലിയ ആലിമീങ്ങൾ, അവരാണ് പ്രത്യേകക്കാർ. അങ്ങനെയുള്ള പ്രത്യേകക്കാരുടെ ജീവിതത്തിൽ ഒരിക്കൽ സ്വപ്നം കണ്ട ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല തവണ ഉണർവിൽ കാണുക എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. തക്സുറു, അവർക്ക് തന്നെ അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. തക്സുറു, ആ റസൂലുള്ളാഹിനെ ഉണർവിൽ കാണുക എന്ന് പറയുന്നത് വർദ്ധിക്കും. വതഖില്ലു, കുറയുകയും ചെയ്യും. ഹസബ മുഹാഫളതിഹിം അലാ സുനനിഹിൽ ഹിസാൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ സുന്നത്തുകൾ, ആ സുന്നത്ത് സൂക്ഷിക്കുന്നതിനനുസരിച്ച് പരിഗണിക്കുന്നതിനനുസരിച്ചാണ് ആ ദർശനം ഏറുകയും കുറയുകയും ചെയ്യുക. അപ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ശ്രദ്ധിക്കണം. സുന്നത്ത് ശ്രദ്ധിക്കുമ്പോഴാണ് റസൂലുള്ളാഹിനെ നമ്മൾ കാണാൻ പറ്റുന്നവരാകുക. റസൂലുള്ളാഹിന്റെ സുന്നത്തൊന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല. റസൂലുള്ളാഹിനെ കാണിച്ചു തരണേ കാണണേ ഇങ്ങനെ ദുആ ചെയ്തിട്ട് കാര്യമല്ല. ഫൽഇഖ്ലാലു ബിഹാ, സുന്നത്ത് ശ്രദ്ധിക്കാതിരിക്കൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അവഗണിക്കൽ മാനിഉൻ കബീർ, അത് വലിയ വിലക്കാണ്. സുന്നത്ത് ശ്രദ്ധിക്കാതിരിക്കുന്നത് ദർശനത്തിന് വിലക്കായി വരും. വകിനാൻ, അത് മറയായി വരും ഹൃദയത്തിന്. ഉറങ്ങുമ്പോൾ കണ്ണുകൊണ്ടല്ലോ സ്വപ്നം കാണുന്നത്, ഉറങ്ങുമ്പോൾ കാണുന്നത് കൽബോണ്ടാ, അകക്കണ്ണുകൊണ്ടാ കാണുന്നത്. അപ്പോ സുന്നത്ത് ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ മറയാണ് ഹൃദയത്തിലേക്ക്, അത് വലിയ വിലക്കുമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
അള്ളാഹു നമുക്ക് സുന്നത്ത് ശ്രദ്ധിച്ച് മുത്തുനബിന്റെ പൊരുത്തം കിട്ടി മുത്തുനബിനെ കാണാനോ അള്ളാഹു ഭാഗ്യം തരട്ടെ. വഖദ് ഹക്കൽ അഇമ്മത്തു, ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആദ്യം സ്വപ്നത്തെ കണ്ട് പിന്നെ ഉണർവിൽ കാണാൻ എത്ര ആളുകൾക്ക് സംഭവിച്ചു, എത്ര ചരിത്രം അങ്ങനെ ഉള്ളത്. മുത്തുനബിനെ കണ്ട് 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 ഉദ്ദേശിക്കുമ്പോഴൊക്കെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയ മഹാന്മാരുണ്ട്. വേണമെങ്കിൽ എപ്പോഴും കാണാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ മഹാന്മാരുണ്ട്. വഖദ് ഹക്കൽ അഇമ്മത്തു അൻ ജമാഅത്തിൻ മിനത് താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട സ്വഹാബത്തിന്റെ കൂടെ കൂടുന്ന ആളുകൾക്കാണ്, കൂടെ കൂടാൻ ഭാഗ്യം കിട്ടിയവർക്കാണ് താബിഈങ്ങൾ എന്ന് പറയാം. താബിഈങ്ങളിൽപ്പെട്ട ഒരു പറ്റം ആളുകളിൽ നിന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, അലൈഹിമുർ റിദ്വാൻ, അവർക്കൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാവട്ടെ, അന്നഹും റഅൗഹു, താബിഈങ്ങളിൽപ്പെട്ട ആളുകൾ ഈ റസൂലുള്ളാഹിനെ സ്വപ്നം കാണലും ഉണർവിൽ കാണലൊന്നും ഇപ്പം ഉണ്ടായതല്ല. ചിലർ മനസ്സിലാക്കിയ അതാണ്, പണ്ടൊന്നും അതില്ല, ഇതൊക്കെ ഇപ്പം ഉണ്ടായതാണ്. അല്ല, പണ്ടാ കൂടുതൽ ഉണ്ടായിരുന്നത്, ഇപ്പൊ കുറഞ്ഞു പോയതാണ്. അന്നഹും റഅൗഹു ബഅദൽ മനാമി ഫിൽ യഖള, ഉറക്കത്തിൽ കണ്ടതിന് ശേഷം അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കാണാൻ സാധിച്ചു. ഉണർവിൽ കണ്ടു എന്ന് മാത്രമല്ല, വസ്തഫാദു മിൻ നബീദ് ആൻ, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർക്ക് സംശയമുള്ള അറിവില്ലാത്ത പല കാര്യങ്ങളും ഉറപ്പിച്ച് അവര് സംശയം തീർത്ത് മനസ്സിലാക്കുകയും ചെയ്തു. പലതും റസൂലുള്ളാഹിനെ നേരെ കണ്ടാല്, ഉണർവിൽ കണ്ട പലതും ചോദിക്കാൻ നമുക്ക് ഉണ്ടാവുമല്ലോ, ആഗ്രഹം ഉണ്ടാവുമല്ലോ. പലരും അവർ റസൂലുള്ളാഹിനോട് അവരുടെ കാര്യങ്ങളൊക്കെ, അവർക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഉണർവിൽ കണ്ടപ്പോ. വലം യകുൻ ലിൽ മത്ബൂലി, ഇനി അതുമല്ല, ഇമാം മത്ബൂലി റളിയല്ലാഹു അൻഹു, മത്ബൂലി റളിയല്ലാഹു അൻഹു അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവാണ്, ഉസ്താദാണ്. അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഉസ്താദാണ്, ഗുരുവാണ്, ഷെയ്ഖാണ് ഇബ്രാഹിമുൽ മത്ബൂലി. ആരാ ഇബ്രാഹിമുൽ മത്ബൂലിന്റെ ഷെയ്ഖ്? ഇബ്രാഹിമുൽ മത്ബൂലിയുടെ ഷെയ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ഒരു ഷെയ്ഖും ഇല്ലാന്ന് അബ്ദുൽ വഹാബ് ഷഅറാനി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും നടക്കുമെന്ന് മനസ്സിലായി. ചിലര് പറയും ഷെയ്ഖും ത്വരീഖത്തൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളില്ലാതെ ഷെയ്ഖും ത്വരീഖത്തൊന്നും നടക്കൂല, അത് വേണ്ട, അത് ശരിയല്ല എന്ന് മനസ്സിലായി. അബ്ദുൽ വഹാബ് ഷഅറാനിയുടെ ഷെയ്ഖായ, പ്രധാനപ്പെട്ട ഷെയ്ഖായ ഇബ്രാഹിമുൽ മത്ബൂലി തങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖും. അവര് ത്വബഖാത്തുൽ കുബ്ര എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അബ്ദുൽ വഹാബ് ഷഅറാനി മത്ബൂലിയെ കുറിച്ച് പറയുന്നു, വലം യകുൻ ലഹു, മത്ബൂലി തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ഷൈഖുൻ, ഒരു ഗുരുവും ഉണ്ടായിരുന്നില്ല, ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി അല്ലാതെ. മുത്തുനബി അങ്ങോട്ട് ഉപയോഗപ്പെടുത്തിയപ്പോ കുറേ നല്ലവർക്ക് നടന്ന് സ്വലാത്ത് ചൊല്ലി പെരുപ്പിച്ച് നടന്ന് ആര്? ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു. കുറേ അങ്ങനെ നടന്നപ്പോൾ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ വലിയ ആവേശത്താൽ ഉമ്മയോട് ചെന്ന് പറഞ്ഞു, ഉമ്മ, ഞാൻ മുത്തുനബിയുടെ സ്വപ്നം കണ്ടു. ഉമ്മനോടാണല്ലോ കുട്ടികള് അങ്ങനെ സന്തോഷങ്ങളൊക്കെ ഉണ്ടായ ആദ്യം പറയുക. ഉമ്മനോട് പറഞ്ഞു, ഞാൻ മുത്തുനബിയെ സ്വപ്നം കണ്ടു. അപ്പോൾ ഉമ്മ നല്ലൊരു ബുദ്ധിയുള്ള ഉമ്മയായിരുന്നു. ഉമ്മ ഇബ്രാഹിമുൽ മത്ബൂലിയെ നിയന്ത്രിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞു, നീ ഒരു ആൺകുട്ടിയായിട്ടില്ല, ലസ്തബി റജുലിൻ, നീ ആൺകുട്ടിയല്ല, ആൺകുട്ടിയാവണമെങ്കിൽ ഉണർവിൽ കാണണം റസൂലുള്ളാഹിനെ. അപ്പോഴാണ് ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സംഭവമുണ്ട്, ഉണർവിലും കാണാൻ പറ്റുമോ റസൂലുള്ളാഹിനെ എന്നുള്ള പുതിയൊരു പാഠം പഠിക്കണം. അപ്പോൾ വാശിയായി, എന്നാലേ എനിക്ക് നീ റസൂലുള്ളാഹിനെ ഉണർവിൽ കാണണം. അങ്ങനെ ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു നല്ല സുന്നത്തൊക്കെ എടുത്ത് പൂർണ്ണമായ ദീനി ചിട്ടയിൽ ഇബാദത്തുകൾ പെരുപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ റസൂലുള്ളാഹിനെ ഉണർവിൽ കണ്ടു. ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഉണർവിൽ കണ്ടു, ഇപ്പോഴാണ് നീ ആൺകുട്ടിയായത് എന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായി? പിന്നെ ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹുവിന് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ റസൂലുള്ളാഹിനെ കാണണം എന്ന് വിചാരിച്ചാൽ അപ്പൊ റസൂലുള്ളാഹി മുമ്പിലാവും, റസൂലുള്ളാഹിനെ മുന്നിൽ കാണും. അങ്ങനെ എന്ത് സംശയങ്ങളും റസൂലുള്ളാഹിനോട് ചോദിച്ച് തീർക്കുന്ന വല്ലാത്തൊരു ഇബ്രാഹിമുൽ മത്ബൂലി. അങ്ങനത്തെ റസൂലുള്ളാഹിനെ ഷൈഖായി കിട്ടിയാൽ പിന്നെ വേറെ എന്ത് വേണം? പിന്നെ ആരോട് ചോദിക്കണം? എല്ലാം
റസൂലുള്ളാഹിയോട് ചോദിക്കാൻ സാധിച്ചാൽ പിന്നെ വേറെ ഒരു സംശയവും മുന്നിലില്ലല്ലോ. വലം യകുന്നിൽ മത്ബൂലി, ഇമാം ഇബ്രാഹിമുൽ മത്ബൂലി തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആ കാലാണ് നമുക്ക് ഒരു ഷെയ്ഖിനെ, വിശ്വാസയോഗ്യമായ ഷെയ്ഖിനെ കാണാൻ പ്രയാസപ്പെടുന്ന കാലാണ്, നട്ടോട്ടമോടുന്ന കാലാണ്. അങ്ങനെ പ്രയാസപ്പെടണ്ട. അങ്ങനെ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നാം നേരത്തെ ഉണർത്തിയതുപോലെ എല്ലാ ദിവസവും സന്തോഷത്തുനിന്ന് വിട്ടു നിൽക്കുക, ജനങ്ങളോടുള്ള പെരുമാറ്റം നന്നാക്കുക, കിബിർ, അസൂയ അങ്ങനെയുള്ള വലിയ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. കിബിറിൻ്റെ പൂർണ്ണമായ എല്ലാ പാർട്ടിൽ നിന്നും മാറാൻ ഒരു ഷെയ്ഖിനെ കിട്ടേണ്ടി വരും. അസൂയയുടെ എല്ലാ പാർട്ടിൽ നിന്നും മാറാൻ റിയാഇൻ്റെ ചിലപ്പോൾ ഒരു ഷെയ്ഖിനെ കിട്ടേണ്ടി വരും. എന്നാലും നമ്മെ കൊണ്ട് സാധിക്കുന്ന വലിയ കിബിർ, അസൂയ, ലോകമാന്യം ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കുക. എന്നിട്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. മൗലിദ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്ത്. ഏതെങ്കിലും ഒരു മൗലിദ് പതിവായി ചൊല്ലുക, മുത്തനബിന്റെ മദ്ഹ് പറയുക, എന്നും മുത്തനബിയെ സ്മരിച്ചുകൊണ്ട് മൗലിദ് ചൊല്ലുക. ഇപ്പോൾ മുത്തനബിക്ക് വലിയ ഇഷ്ടമാണത്. മുത്തനബിയുടെ കാലം മുതൽക്കേ മുത്തനബി അതിന് പിന്താങ്ങുകയും ആ സന്തോഷം അറിയിക്കുകയും മാത്രമല്ല, ഈ പ്രപഞ്ചം തുടങ്ങിയത് തന്നെ മൗലിദ് ഓതിയിട്ടാണ്. മൗലിദിലൂടെ പ്രപഞ്ചം തുടങ്ങുന്നത്. നമ്മളൊരു വീടുണ്ടാക്കിയാൽ ആ വീടിൽ കൂടുന്ന അന്ന്, രണ്ടാൾ ഒരുമിച്ചുകൂടിയ വീടിൽ കൂടുന്ന അന്ന് നമ്മളൊരു മൗലിദ് ഓതും. എന്നതുപോലെ ഈ പ്രപഞ്ചം സ്റ്റാർട്ട് ചെയ്തത് അല്ലാഹു തആലാക്ക് പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം പഠിച്ചിട്ടാണല്ലോ. നമ്മൾ ഇത് തുടക്കത്തിലൊക്കെ എമ്പാടും ആ വിഷയം വിശദീകരിച്ചതാണ്. അങ്ങനെ മുത്തനബിയെ പഠിച്ച ഉടനെ അല്ലാഹു തആല ചെയ്ത കർമ്മം അള്ളാഹുവിൻ്റെ മധുവും മുത്തനബിന്റെ മധുവും. അതിനാണ് നമ്മൾ മൗലിദ് എന്ന് പറയുക. അള്ളാഹു ആദ്യം പറഞ്ഞത് അനൽ മലിക് വ അന്തൽ മലക്. ആ ഒരു സെന്റൻസിൽ, അനൽ മലിക് എന്ന് പറഞ്ഞ സെന്റൻസിൽ അള്ളാഹുവിന്റെ എല്ലാ പ്രകീർത്തനങ്ങളും ഉണ്ട്. അന്തൽ മലക് എന്ന് പറഞ്ഞ സെന്റൻസിൽ മുത്തനബിയുടെ എല്ലാ പ്രകീർത്തനങ്ങളും ഉണ്ട്. അങ്ങനെയാണ് അള്ളാഹു തആല മദ്ഹ് ചെയ്ത് തുടങ്ങിയത്. ഞാനാണ് രാജാവ്. അപ്പൊ രാജാവാകുമ്പോ ആ രാജാവിന് എല്ലാ ക്വാളിഫിക്കേഷൻസും, യഥാർത്ഥ രാജാവാണെങ്കിൽ എല്ലാരും ഭരിക്കാനുള്ള കഴിവ്. പിന്നെ ആ രാജാവ് ഇങ്ങനെ എല്ലാ പണിക്കും ഇറങ്ങൂല. രാജാവ് ഭരിക്കുക ചെയ്യുക, രാജാവ് മറ്റുള്ളവരുടെ പണി ഏൽപ്പിക്കുക ചെയ്യുക. അതാണ്. ആരാണ് രാജാവാകുമ്പോ ഒരു മലക്ക് വേണല്ലോ പണികളൊക്കെ ചെയ്യാൻ. അതാരാ? അന്തൽ മലക്ക്, എന്റെ സാക്ഷാൽ മലക്ക് നിങ്ങളാണ്. നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് പിന്നെ ബാക്കിയുള്ള മലക്കുകളൊക്കെ പണിയെടുക്കുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്. മലക്ക് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം, മലക്ക് എന്ന് പറഞ്ഞതിന് ദൗത്യമേൽപ്പിക്കപ്പെട്ട, ഏറ്റെടുത്ത് ചെയ്യുന്ന ആള് എന്നാണ്. അള്ളാഹു വലിയ ദൗത്യമേൽപ്പിച്ചു. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു ലോകത്തെ, പ്രപഞ്ചത്തെ പടക്കാൻ പോവുകയാണ്. ആ പ്രപഞ്ചത്തിന് ആവശ്യമായതെല്ലാം നിങ്ങൾ ആ പ്രപഞ്ചത്തിലേക്ക് നൽകണം, ഞാൻ നിങ്ങൾക്ക് നൽകും എന്നുള്ള ഒരു അർത്ഥവത്തായ, സാരവത്തായ ഭാഷണം അല്ലെങ്കിൽ പ്രകീർത്തനം അള്ളാഹു തിരുനബിയോട് നടത്തിയത് വല്ലാത്ത മദ്ഹാണ്. അതാണ് ആദ്യം നടന്ന മദ്ഹ്. അത് നാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ഇപ്പോൾ അത് പറയുന്നില്ല. വലം യകുല്ലിൽ മത്ബൂലി. അപ്പൊ അങ്ങനെ ഒരു മദ്ഹ്, റസൂലുള്ളാഹിനെ പതിവായി മൗലിദ് ഓതി റസൂലുള്ളാഹിനെ പൊരുത്തം സമ്പാദിക്കുന്ന വ്യക്തികൾക്ക്, ആളുകൾക്ക് ഷെയ്ഖിനെ കിട്ടും. മുത്തനബി തന്നെ ഒന്നിരിക്കൽ ഷെയ്ഖായി ഉറക്കത്തിൽ, ഉണർവിലും പൂർണ്ണ രൂപത്തിൽ മുത്തനബിനെ കാണാൻ കഴിയും. അല്ലെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറ്റിയ ഒരു ഗുരുവിലേക്ക് മുത്തനബി എത്തിക്കും. മത്ബൂലി തങ്ങൾക്കുണ്ടായിരുന്നില്ല ഷൈഖുൻ ഇല്ലാഹു, ആ തിരുനബിയല്ലാതെ ഒരു ഗുരു ഉണ്ടായിരുന്നില്ല. കുല്ലമായ ഷാവുയൽത്തഖിയാൻ, മത്ബൂലിക്ക് എപ്പോൾ വേണമെങ്കിലും മുത്തനബിയുമായി സംഗമിക്കാൻ, ഉണർവിൽ സംഗമിക്കാൻ സാധിക്കുമായിരുന്നു. കമാ റആഹു സുയൂത്തിയു, ഇമാം സുയൂത്തി തന്നെ തിരുനബിയെ കണ്ടിട്ടുണ്ടല്ലോ. ഫിൽ യഖള, ഉണർവിൽ കണ്ടല്ലോ. ബിദ്അൻ വസബഈൻ, 70 ചില്ലാനം പ്രാവശ്യം. വനാലൽ അമാൻ,
സുയൂത്തി റഹിമഹുല്ല അതുവഴി മുത്തുനബിയെ ഉണർവിൽ കണ്ടത് വഴി സുരക്ഷ നേടുകയും ചെയ്തു. ആഖിറം സലാമത്താകുക, നരകം തൊടാതെ സ്വർഗത്ത് പോവുക, ആ ഒരു സുരക്ഷ സൗഭാഗ്യം കൈവരിച്ചു ഇമാം സുയൂത്തി. ഇമാം സുയൂത്തി ഒരിക്കൽ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ സ്വർഗക്കാരനാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു റസൂലുള്ളാഹി. അപ്പോൾ ഇമാം സുയൂത്തിയുടെ ഒരു ചോദ്യം, മിൻ ഗൈരി അദാബി യസ്ബിഖു, തീരെ അദാബ് തീണ്ടാതെ ഞാൻ സ്വർഗത്ത് പോകുമോ? അതായത് സ്വർഗത്തേക്ക് ഈമാൻ കെട്ടി മരിക്കുന്ന പോലൊക്കെ മഹ്ശറിൽ സ്വർഗത്തേക്ക് പോകും, പക്ഷേ ഖബറിൽ ഒരു ശിക്ഷ വരും. ചിലർക്കൊക്കെ ഖബറിൽ ശിക്ഷ ഉണ്ടാവും. അപ്പൊ ആ ഖബർ ശിക്ഷ പോലും ഇല്ലാതെ എന്നാ ചോദിക്കുന്നത്. മിൻ ഗൈരി അദാബി യസ്ബിഖു, ഒരു അദാബും അനുഭവിക്കാതെ ഞാൻ സ്വർഗത്ത് പോകുന്ന സുയൂത്തി ഇമാമിന്റെ സംശയം. അപ്പോ മുത്തനബി പറഞ്ഞു, ലക്കദാലിക, ആ ഓഫർ നിനക്കുണ്ട്. എല്ലാവർക്കും ഓഫർ ഉണ്ട് എന്നല്ല പറഞ്ഞു, നിനക്ക് ആ ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് ആ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.